ഉണക്കമീൻ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഇത് ഒരൊറ്റ എണ്ണം മതിയാകും. ഈവൻ ബ്രെഡിന് പോലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണക്കമീൻ കറിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ചക്കയുടെ കുരു അരിഞ്ഞ് വേകാനായിട്ട് വയ്ക്കണം. ചക്കയുടെ കുരു ഒന്ന് വെന്ത് വരണം. പാതി വെന്തതിന് ശേഷം നമുക്ക് കറിക്കായയും വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയും കറിക്കായയും നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് വറ്റൽമുളകും തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ചെറിയ ഉള്ളി ജീരകം എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്താൽ മതി, ഈ അരപ്പിൻ്റെ കൂടെ അരയ്ക്കേണ്ട കേട്ടോ. ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉണക്കമീൻ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം അരപ്പെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം ഉണക്കമീൻ ഇട്ട് കൊടുക്കാൻ. തക്കാളി 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, പിണമ്പുളി 3 എണ്ണം, കുടംപുളി, പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് അടച്ചു വെച്ച് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താളിച്ചു കൂടി ഒഴിക്കാം. ഞാനിതിൽ ഒരല്പം താളിപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണക്കമീൻ ഈ രീതിയിൽ തയ്യാറാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും മിസ്സാക്കാതെ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉണക്കമീൻ വെജിറ്റബിൾ കറിയാണിത്. ഉറപ്പായും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.